നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ അക്യൂസാറ്റീവ് കേസിലെ പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 1 നമ്മൾ എന്താണ് അക്യൂസാറ്റീവ് എന്നും ഏതൊക്കെയാണ് അക്യൂസാറ്റീവ് വെർബ് എന്നും പഠിച്ചു. പാർട്ട് 2 ബെസ്റ്റിംഡർ, ഉൺബെസ്റ്റിംഡർ ആൻഡ് നെഗാറ്റീവ് ആർട്ടിക്കിൾ പഠിച്ചു. ഇനി ഈ പാർട്ട് 3 നമ്മൾ കാണാൻ പോകുന്നതാണ് പേഴ്സണൽ പ്രൊനോമിനും അക്യൂസാറ്റീവും പൊസസീവ് പ്രൊനോമിനും അക്യൂസാറ്റീവും ആയിരിക്കും. ഇനി എന്താണ് പേഴ്സണൽ പ്രൊനോമിനും അക്യൂസാറ്റീവ്? നമുക്ക് അതിനൊരു ഡെഫിനേഷൻ നോക്കാം. The personal pronoun accusative replace the direct object of a sentence. The personal pronoun accusative replace the direct object of a sentence. ഒരു സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യാനായിട്ടായിരിക്കും ഈ പേഴ്സണൽ പ്രൊനോമിനും യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ refers to a person, thing or an animal which is directly affected by the action of verb. ഇനി ഏതൊക്കെയാണ് നമ്മുടെ അക്യൂസാറ്റീവ് പേഴ്സണൽ പ്രൊനോമിനും അക്യൂസാറ്റീവ് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോമിനാറ്റീവിന്റെ പേഴ്സണൽ പ്രൊനോമൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നോമിനാറ്റീവിന്റെ പേഴ്സണൽ പ്രൊനോമൻ ഏതൊക്കെയായിരുന്നു? ഇഹ്, ഐ അല്ലെങ്കിൽ ഞാൻ, ദു, യു അല്ലെങ്കിൽ നീ, എർ, ഹി അല്ലെങ്കിൽ അവൻ, സി, ഷീ അല്ലെങ്കിൽ അവൾ, എസ്, ഇറ്റ് അല്ലെങ്കിൽ അത്, വിയർ, വി അല്ലെങ്കിൽ ഞങ്ങൾ, ഇയർ, യു ഓൾ അല്ലെങ്കിൽ നിങ്ങൾ, ക്യാപിറ്റൽ സി, യു ഫോർമൽ അല്ലെങ്കിൽ താങ്കൾ, സ്മോൾ ലെറ്റർ സി, ദേ അല്ലെങ്കിൽ അവർ. ഇതായിരുന്നു നോമിനാറ്റീവിന്റെ പേഴ്സണൽ പ്രൊനോമൻ. നോമിനാറ്റീവിലെ ചോദ്യം എന്തൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? ആര് അല്ലെങ്കിൽ എന്ത് എന്നായിരുന്നു നോമിനാറ്റീവിലെ ചോദ്യം. ഇനി നമുക്ക് നമ്മുടെ അക്യൂസാറ്റീവിന്റെ പേഴ്സണൽ പ്രൊനോമൻ പരിചയപ്പെടാം. അക്യൂസാറ്റീവിലെ ചോദ്യം എന്തൊക്കെയാണ്? ആരെ, എന്തിനെ, എന്ത്. ചോദ്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ആരെ, എന്തിനെ, എന്ത്. അക്യൂസാറ്റീവിലെ ചോദ്യം ഒന്നുകൂടെ പറയാണ്. ആരെ, എന്തിനെ, എന്ത്. ഇനി ഏതൊക്കെയാണ് നമ്മുടെ അക്യൂസാറ്റീവിന്റെ പേഴ്സണൽ പ്രൊനോമൻ നോക്കാം. അക്യൂസാറ്റീവിന്റെ പേഴ്സണൽ പ്രൊനോമൻ മിഷ്, മീ അല്ലെങ്കിൽ എന്നെ. മിഷ്, മീ അല്ലെങ്കിൽ എന്നെ. ആരെ, എന്നെ. മിഷ്, മീ അല്ലെങ്കിൽ എന്നെ. ദിഷ്, യു അല്ലെങ്കിൽ നിന്നെ. ദിഷ്, യു അല്ലെങ്കിൽ നിന്നെ. ആരെ, നിന്നെ. നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും കുറെ കൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പം. ദിഷ്, യു അല്ലെങ്കിൽ നിന്നെ. അടുത്തത് ഈൻ, ഹിം അല്ലെങ്കിൽ അവനെ. ആരെ, അവനെ. ഈൻ, ഹിം അല്ലെങ്കിൽ അവനെ. സി, ഹെർ അല്ലെങ്കിൽ അവളെ. ആരെ, അവളെ. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുമല്ലേ? ആരെ, അവളെ. സി, ഹെർ അല്ലെങ്കിൽ അവളെ. അടുത്തത് എസ്, ഇറ്റ് അല്ലെങ്കിൽ അതിനെ. എസ്, ഇറ്റ് അല്ലെങ്കിൽ അതിനെ. എന്തിനെ, അതിനെ. അടുത്തത് ഉൻസ്, അസ് അല്ലെങ്കിൽ ഞങ്ങളെ. അസ് അല്ലെങ്കിൽ ഞങ്ങളെ. ആരെ, ഞങ്ങളെ. ഉൻസ്, അസ് അല്ലെങ്കിൽ ഞങ്ങളെ. ഓയ്ഹ്, യു ഓൾ അല്ലെങ്കിൽ നിങ്ങളെ. ആരെ, നിങ്ങളെ. ഓയ്ഹ്, യു ഓൾ അല്ലെങ്കിൽ നിങ്ങളെ. ക്യാപിറ്റൽ സി, യു ഫോർമൽ അല്ലെങ്കിൽ താങ്കളെ. ക്യാപിറ്റൽ സി, യു ഫോർമൽ അല്ലെങ്കിൽ താങ്കളെ. ആരെ, താങ്കളെ. സ്മോൾ ലെറ്റർ സി, them അല്ലെങ്കിൽ അവരെ. them അല്ലെങ്കിൽ അവരെ. ആരെ, അവരെ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചോദ്യം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അക്യൂസാറ്റീവിലെ ചോദ്യം എന്തൊക്കെയാണ്? ആരെ, എന്തിനെ, എന്ത്. ഒന്നുകൂടെ പേഴ്സണൽ പ്രൊനോമിനും അക്യൂസാറ്റീവ് നമുക്ക് പറഞ്ഞു നോക്കാം. മിഷ്, ദിഷ്, ഈൻ, സി, എസ്, ഉൻസ്, ഓയ്ഹ്, സി, സി. മിഷ്, ദിഷ്, ഈൻ, സി, എസ്, ഉൻസ്, ഓയ്ഹ്, സി, സി. ഇനി നമുക്ക് ഓരോ പേഴ്സണൽ പ്രൊനോമൻ വെച്ച് നമുക്ക് ഓരോ സെന്റൻസ് ബിൽഡ് ചെയ്ത് നോക്കാം. സെന്റൻസിൽ കാണുമ്പോൾ കുറെ കൂടി നിങ്ങൾക്ക് വ്യക്തമാകും. ഒന്നാമത്തെ സെന്റൻസ്, ഷീ ലവ്സ് മീ. ഷീ ലവ്സ് മീ. ആരാ ഇഷ്ടപ്പെടുന്നത്? അവൾ. ആരെ എന്നൊരു ചോദ്യം എവിടെയായിരുന്നു? നോമിനാറ്റീവിൽ. ആരാ ഇഷ്ടപ്പെടുന്നത്? അവൾ. ഇനി അവൾ ആരെ ഇഷ്ടപ്പെടുന്നത്? എന്നെ. ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? എന്നെ. ആരെ എന്നൊരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് എവിടെയായിരിക്കും? അക്യൂസാറ്റീവിലായിരിക്കും. ഷീ ലവ്സ് മീ. നോമിനാറ്റീവിനനുസരിച്ചായിരിക്കും നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെടുന്നത്. എങ്ങനെ എഴുതും? സി ലീപ്ഡ്, വെർബ് സ്റ്റാമ്പ് പ്ലസ് ടി. സി ലീപ്ഡ് മിഷ്. സി ലീപ്ഡ് മിഷ്. ആരിഷ്ടപ്പെടുന്നു? അവൾ ഇഷ്ടപ്പെടുന്നു. ആരെ ഇഷ്ടപ്പെടുന്നത്? എന്നെ. അടുത്ത മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ മിസ് യു. ഐ മിസ് യു. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു. ഞാൻ ആരെ മിസ് ചെയ്യുന്നു? നിന്നെ. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് മിസ് ചെയ്യുന്നത്? ഞാൻ. ആരെയാണ് മിസ് ചെയ്യുന്നത്? നിന്നെ. ഇഷ് ഫെർമിസെ, വെർബ് സ്റ്റാമ്പ് പ്ലസ് ഇ. ഇഷ് ഫെർമിസെ ഡിഷ്. ഇഷ് ഫെർമിസെ ഡിഷ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ, ഐ നോ ഹിം. ഐ നോ ഹിം. എനിക്ക് ആരെ അറിയാവുന്നത്? അവനെ. എങ്ങനെ പറയും? ഇഷ് കെന്നെ ഈൻ. ഇഷ് കെന്നെ
ഈൻ. ഇതിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? ഹിം. വെർബിന്റെ ആക്ഷൻ റിസീവ് ചെയ്യുന്ന എന്താണ്? ഹിം. ഇതെന്താണ്? അപ്പോൾ അക്യൂസാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇഷ്, കെന്നെ, ഈൻ. അടുത്തൊരു എക്സാമ്പിൾ, വി മീറ്റ് ഹെയർ. ഇതിലെ നോമിനാറ്റീവ് ഏതാണ്? ആര് കണ്ടു? വി. ആരെയാ കണ്ടത്? അവളെ. ആരെ എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? അവളെ. അപ്പൊ എങ്ങനെ എഴുതും? വിയർ ട്രഫൻ സി. വെർബ് സ്റ്റാമ്പ് പ്ലസ് en. വിയർ ട്രഫൻ സി. അടുത്തൊരു എക്സാമ്പിൾ, ഷി ഫൈൻഡ്സ് ഇറ്റ്. അവൾ അത് കണ്ടുപിടിച്ചു. ആരാണ് കണ്ടുപിടിച്ചത്? ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് കണ്ടുപിടിച്ചത്? അവൾ. എന്താണ് കണ്ടുപിടിച്ചത്? അതിനെ അല്ലെങ്കിൽ അത്. സി ഫിൻഡഡ്. വെർബ് സ്റ്റാമ്പ് ഡിയിൽ അവസാനിക്കുന്നതാണ്, അതുകൊണ്ട് എന്ത് വന്നു? et വന്നു. സി ഫിൻഡഡ് യെസ്. അടുത്തൊരു എക്സാമ്പിൾ, ഹി വിസിറ്റ് അസ്. ഇതിലെ നോമിനാറ്റീവ് ഏതാണ്? ആരാണ് വിസിറ്റ് ചെയ്യുന്നത്? അവൻ, ഹി. ആരെയാണ് വിസിറ്റ് ചെയ്യുന്നത്? ഞങ്ങളെ. അപ്പൊ എങ്ങനെ പറയും? er besucht uns. വെർബ് സ്റ്റാമ്പ് പ്ലസ് ടി, uns. അടുത്തൊരു എക്സാമ്പിൾ, ഐ ഫോർഗെറ്റ് യു ഓൾ. ഞാൻ നിങ്ങളെ മറന്നു. ആരാണ് മറന്നത്? നോമിനാറ്റീവ്, ഞാൻ. ആരെയാ മറന്നത്? നിങ്ങളെ. ich vergesse euch. ഞാൻ നിങ്ങളെ മറന്നു. അടുത്തൊരു എക്സാമ്പിൾ, ഐ അണ്ടർസ്റ്റാൻഡ് യു. എനിക്ക് താങ്കളെ മനസ്സിലാവും. ഫോർമലാണ് ഞാൻ പറയുന്നത്. എനിക്ക് താങ്കളെ മനസ്സിലാവും. ആരെ മനസ്സിലാവും? താങ്കളെ മനസ്സിലാവും. അപ്പൊ എങ്ങനെ പറയും? ich verstehe sie. അവസാനത്തെ എക്സാമ്പിൾ, we expect them. ഞങ്ങൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ പറയും? ആരാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞങ്ങൾ. ആരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അവരെ. എങ്ങനെ പറയും? wir erwarten sie. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ അക്യൂസാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ വെച്ചുള്ള എക്സാമ്പിൾ. നമ്മുടെ ചോദ്യം കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്തായാലും നമ്മുടെ ചോദ്യം? ആരെ, എന്തിന്, എന്ത്. ഈ ചോദ്യം കൃത്യമായി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കുറെ കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ പേഴ്സണൽ പ്രൊനൗമൻ നിങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും മനഃപാഠമാക്കി വെക്കുക. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ പേഴ്സണൽ പ്രൊനൗമനും അക്യൂസാറ്റീവ്. കുറെ കൂടി എക്സാമ്പിൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾ സ്വന്തമായി ബിൽഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ എന്താണ് പേഴ്സണൽ പ്രൊനൗമനും അക്യൂസാറ്റീവ് എന്ന് കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊസസീവ് പ്രൊനൗമൻ അല്ലെങ്കിൽ പൊസസീവ് പ്രൊനൗൺസ് ഇൻ അക്യൂസാറ്റീവ് ആയിരിക്കും. അക്യൂസാറ്റീവിലെ പൊസസീവ് പ്രൊനൗൺസ്. ഇനി എന്താണ് അക്യൂസാറ്റീവ് പൊസസീവ് പ്രൊനൗൺസ്? അതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ദി പൊസസീവ് പ്രൊനൗമൻ ഇൻ അക്യൂസാറ്റീവ് ആർ ദി പൊസസീവ് പ്രൊനൗമൻ which shows the ownership or belonging of a direct object. ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ ഉടമസ്ഥത കാണിക്കാനായിട്ടായിരിക്കും പൊസസീവ് പ്രൊനൗമനും അക്യൂസാറ്റീവ് നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ദി പൊസസീവ് പ്രൊനൗമനും അക്യൂസാറ്റീവ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ, കേസ് ആൻഡ് നമ്പർ ഓഫ് നൗൺ. The possessive pronoun accusative is determined on the basis of gender, case and number of noun. ഇനി ഏതൊക്കെയാണ് അക്യൂസാറ്റീവ് പൊസസീവ് പ്രൊനൗമൻ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു നോമിനാറ്റീവ് പൊസസീവ് പ്രൊനൗമന്റെ ടേബിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ടായി. ആ നോമിനാറ്റീവിന്റെ ടേബിൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നുണ്ടെങ്കിൽ അക്യൂസാറ്റീവ് പൊസസീവ് പ്രൊനൗമന്റെ ടേബിൾ പഠിക്കാനും വളരെ ഈസിയാണ്. ഓക്കെ, നമുക്കിനി ഓരോ സബ്ജക്റ്റിന്റെ കൂടെയും അതിന്റെ പൊസസീവ് പ്രൊനൗമൻ നോക്കാം. ആദ്യമായി നമുക്ക് ഐയുടെ പൊസസീവ് പ്രൊനൗമൻ നോക്കാം. ഇഹിന്റെ പൊസസീവ് പ്രൊനൗമൻ മാസ്കുലിനിൽ വരുമ്പോഴത്തേനും മൈനൻ, ഫെമിനിനിൽ മൈനെ, നോയിട്രത്തിൽ മൈൻ, പ്ലൂറാലിൽ മൈനെ. അതിന്റെ മീനിങ് എന്താണ്? മൈ അല്ലെങ്കിൽ എന്റെ. എങ്ങനെയാണ്? മൈനൻ, മൈനെ, മൈൻ, മൈനെ. മൈനൻ, മൈനെ, മൈൻ, മൈനെ. മൈ അല്ലെങ്കിൽ എന്റെ. ഇനി ദു, യു അല്ലെങ്കിൽ നീ. യുവിന്റെ പൊസസീവ് പ്രൊനൗമൻ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. മാസ്കുലിനിൽ ദൈനൻ, ഫെമിനിനിൽ ദൈനെ, നോയിട്രത്തിൽ ദൈൻ, പ്ലൂറാലിൽ ദൈനെ. എങ്ങനെ വരും? ദൈനൻ, ദൈനെ, ദൈൻ, ദൈനെ. ഇതിന്റെ മീനിങ്ങോ യുവേഴ്സ് അല്ലെങ്കിൽ നിന്റെ. യുവേഴ്സ് അല്ലെങ്കിൽ നിന്റെ. ഇനി നമുക്ക് എർ എന്താണ്? ഹി അല്ലെങ്കിൽ അവൻ. ഹീയുടെ പൊസസീവ് പ്രൊനൗമൻ നമുക്ക് നോക്കാം. മാസ്കുലിനിൽ സൈനൻ, ഫെമിനിനിൽ സൈനെ, നോയിട്രത്തിൽ സൈൻ, പ്ലൂറാലിൽ സൈനെ. സൈനൻ, സൈനെ, സൈൻ, സൈനെ. ഇതിന്റെ മീനിങ്ങോ ഹിസ് അല്ലെങ്കിൽ അവന്റെ. ഹിസ് അല്ലെങ്കിൽ അവന്റെ. ഇനി സി എന്താണ്? ഷീ അല്ലെങ്കിൽ അവൾ. ഷീയുടെ പൊസസീവ് പ്രൊനൗമൻ നമുക്ക് നോക്കാം. മാസ്കുലിനിൽ ഇയറൻ, ഫെമിനിനിൽ ഇയറെ, നോയിട്രത്തിൽ ഇയർ, പ്ലൂറാലിൽ ഇയറെ. ഇയറൻ, ഇയറെ, ഇയർ, ഇയറെ. ഇതിന്റെ മീനിങ്ങോ
ഹെർ അല്ലെങ്കിൽ അവളുടെ, അവളുടെ. ഇനി നമുക്ക് യെസ്, യെസ് എന്താണ്? ഇറ്റ് അല്ലെങ്കിൽ അത്. ഇനി നമുക്ക് ഇറ്റിന്റെ പൊസസീവ് പ്രണവൻ നോക്കാം. ഇറ്റിന്റെ എങ്ങനെ വരും? മാസ്കുലിനിൽ സൈനൻ, ഫെമിനിനിൽ സൈനെ, നോയിട്രത്തിൽ സൈൻ, പ്ലുറാലിൽ സൈന്. സൈനൻ, സൈനെ, സൈൻ, സൈനെ. അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ, ഇറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ. ഇനി വിയർ, വിയർ എന്താണ്? വി അല്ലെങ്കിൽ ഞങ്ങൾ. വിയറിന്റെ പൊസസീവ് പ്രണവൻ നമുക്ക് നോക്കാം. ഉൻസറൻ മാസ്കുലിനിൽ, ഫെമിനിനിൽ ഉൻസറെ, നോയിട്രത്തിൽ ഉൻസർ, പ്ലൂറാലിൽ ഉൻസറെ. എങ്ങനെ വരും? ഉൻസറൻ, ഉൻസറെ, ഉൻസർ, ഉൻസറെ. മീനിങ് എന്താണ്? അവേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ, അവേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ. ഇനി നമുക്ക് ഇയറിന്റെ പൊസസീവ് പ്രണവൻ നോക്കാം. ഇയർ എന്താണ്? യു ഓൾ അല്ലെങ്കിൽ നിങ്ങൾ. യു ഓളിന്റെ പൊസസീവ് പ്രണവൻ എങ്ങനെ വരും? മാസ്കുലിനിൽ ഒയറൻ, ഫെമിനിനിൽ ഒയറെ, നോയിട്രത്തിൽ ഒയർ, പ്ലൂറാലിൽ ഒയറെ. എങ്ങനെയാണ്? ഒയറൻ, ഒയറെ, ഒയർ, ഒയറെ. ഇതിന്റെ മീനിങ്ങോ? യുവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ. മലയാളത്തിൽ പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. നിങ്ങളുടെ, നിങ്ങളുടെ. ഇനി നമുക്ക് ക്യാപിറ്റൽ സി, യു ഫോർമൽ അല്ലെങ്കിൽ താങ്കൾ. യു ഫോർമലിന്റെ പൊസസീവ് പ്രണവൻ എങ്ങനെ വരും നോക്കാം. ഇയറൻ, ക്യാപിറ്റൽ ലെറ്റർ വേണം കേട്ടോ. മാസ്കുലിനിൽ ഇയറൻ, ഫെമിനിനിൽ ഇയറെ, നോയിട്രത്തിൽ ഇയർ, പ്ലൂറാലിൽ ഇയറെ. ഇയറൻ, ഇയറെ, ഇയർ, ഇയറെ. അതിന്റെ മീനിങ്ങോ? യുവേഴ്സ് അല്ലെങ്കിൽ താങ്കളുടെ. മലയാളത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാവും. താങ്കളുടെ, താങ്കളുടെ. ഇനി സ്മോൾ ലെറ്റർ സി, ദേ അല്ലെങ്കിൽ അവർ. ദയുടെ പൊസസീവ് പ്രണവൻ എങ്ങനെ വരും? മാസ്കുലിനിൽ എങ്ങനെ വരും? ഇയറൻ, ഫെമിനിനിൽ ഇയറെ, നോയിട്രത്തിൽ ഇയർ, പ്ലൂറാലിൽ ഇയറെ. എങ്ങനെ വരും? ഇയറൻ, ഇയറെ, ഇയർ, ഇയറെ. ഇതിന്റെ മീനിങ്ങോ? ദയർ അല്ലെങ്കിൽ അവരുടെ, ദയർ അല്ലെങ്കിൽ അവരുടെ. ഇതാണ് നമ്മുടെ അക്യൂസാറ്റീവ് പൊസസീവ് പ്രണോമിന്റെ ടേബിൾ. ഈ ടേബിൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല, നമുക്ക് നമ്മുടെ നോമിനാറ്റീവ് പൊസസീവ് പ്രണോമിന്റെ ടേബിൾ വ്യക്തമായി അറിയാമെന്നുണ്ടെങ്കിൽ അക്യൂസാറ്റീവ് പൊസസീവ് പ്രണോമിന്റെ അത് ആകെ ഒരു ചേഞ്ച് വരുന്നുള്ളൂ. എന്താണ് ചേഞ്ച് വരുന്നത്? മാസ്കുലിനിൽ ഒരു en ആഡ് ആകുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ കൂടെ വരുമ്പോഴത്തേക്കും മാസ്കുലിൻ ഒരു en ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നോമിനാറ്റീവിനെ പോലെ തന്നെ. അപ്പം ഈ ടേബിൾ നിങ്ങൾ വ്യക്തമായി പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഓരോന്ന് വെച്ചും എക്സാമ്പിളുകൾ ബിൽഡ് ചെയ്ത് നോക്കാം. ഒന്നാമതായി ഇഹിന്റെ പൊസസീവ് പ്രണോമിൻ അക്യൂസാറ്റീവിൽ ബിൽഡ് ചെയ്ത് നോക്കാം. ഇഹിന്റെ പൊസസീവ് പ്രണോമിൻ അക്യൂസാറ്റീവിൽ എങ്ങനെ വരും? മൈനൻ, മൈനെ, മൈൻ, മൈനെ. നമുക്ക് ഓരോ എക്സാമ്പിളുകൾ വീതം ചെയ്ത് നോക്കാം. ഐ ലവ് മൈ ഫാദർ. ഐ ലവ് മൈ ഫാദർ. ഫാദർ എന്താണ്? ദെയർ ഫാക്ടർ, മാസ്കുലിനാണ്. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ. സെന്റൻസിലെ നോമിനാറ്റീവ് ഇതിൽ ഏതാണ്? ഞാൻ. ഞാൻ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? എൻ്റെ ഫാദറിനെ. ഞാൻ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? എൻ്റെ ഫാദറിനെ. ഈ സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? എൻ്റെ ഫാദർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പറയും? ഫാദർ മാസ്കുലിനാണ്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മൈനൻ യൂസ് ചെയ്യും. അപ്പൊ എങ്ങനെ വരും? ich liebe meinen Vater. Ich liebe meinen Vater. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെന്റൻസിലെ നോമിനാറ്റീവ് അനുസരിച്ച് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്തു, വെർബ് സ്റ്റാം പ്ലസ് ഇ. അതിനുശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റ് അക്യൂസാറ്റീവിന്റെ പൊസസീവ് പ്രണോമിൻ ഉപയോഗിച്ച് ചെയ്തു. Ich liebe meinen Vater. അടുത്തൊരു എക്സാമ്പിൾ. He visit my mother. He visit my mother. മദർ എന്താണ്? ദി മുട്ടർ, ഫെമിനിൻ ആണ്. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ഹി, അവൻ. ആരാണ് വിസിറ്റ് ചെയ്യുന്നത്? സെന്റൻസിലെ നോമിനാറ്റീവായി ഹി ഉണ്ട്. ഈ അവൻ ആരെയാണ് വിസിറ്റ് ചെയ്യുന്നത്? എൻ്റെ അമ്മേനെ. അവൻ ആരെയാണ് വിസിറ്റ് ചെയ്യുന്നത്? എൻ്റെ അമ്മേനെ. അപ്പൊ ഈ സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? മൈ മദർ. മദർ ഫെമിനിൻ ആയതുകൊണ്ട് നമ്മൾ അക്യൂസാറ്റീവിന്റെ പൊസസീവ് പ്രണോമിൻ ഏതെടുത്തു? മൈനെ യൂസ് ചെയ്തു. അപ്പൊ എങ്ങനെ എഴുതും? Er besucht, verb stem plus t. Er besucht meine Mutter. Er besucht meine Mutter. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. I hear my child. ഞാൻ എൻ്റെ കുട്ടീനെ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ എൻ്റെ കുട്ടീനെ കേട്ടു. I hear my child. Child എന്താണ്? thus kind. നോയിട്രമാണ്. thus kind. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് കേട്ടത്? ഞാൻ. സെന്റൻസിലെ നോമിനാറ്റീവ്. ഞാൻ ആരെയാണ് കേട്ടത്? എൻ്റെ കുട്ടീനെ. അപ്പൊ ഈ സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? എൻ്റെ കുട്ടി. അപ്പൊ എങ്ങനെ എഴുതും? Ich höre, verb stem plus e. Ich höre mein Kind. Ich höre mein Kind. ഇനി പ്ലൂറാലിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. She knows my siblings. She knows my siblings. Siblings എന്താണ്? സഹോദരങ്ങൾ. അതിന്റെ ജർമ്മൻ എന്താണ്? ദി ഗെഷ്വിസ്റ്റർ. പ്ലൂറാലാണ് ദി ഗെഷ്വിസ്റ്റർ. ഈ സെന്റൻസിലെ നോമിനാറ്റീവ് ഏതാണ്? ഷീ, അവൾ. അവൾക്ക് ആരെ അറിയാവുന്നത്? എൻ്റെ സഹോദരങ്ങളെ. ഈ സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റോ? എൻ്റെ സഹോദരങ്ങൾ. പ്ലൂറാലിൽ വന്നുകൊണ്ട് എന്ത് വന്നു?
meine വന്നു. അപ്പൊ എങ്ങനെ എഴുതും? Sie kennt meine Geschwister. She kennt meine Geschwister. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റിന്റെ പൊസസീവ് പ്രൊനൗണിന്റെ എക്സാമ്പിൾ കൂടെ നോക്കാം. ഡൂവിന്റെ നമുക്ക് എടുത്ത് നോക്കാം. ഡു എന്താണ്? നീ അല്ലെങ്കിൽ യു. യുവിന്റെ പൊസസീവ് പ്രൊനൗൺ അക്യൂസാറ്റീവ് എന്തൊക്കെയാണ്? ദൈനൻ, ദൈനെ, ദൈൻ, ദൈനെ. യുവേഴ്സ് അല്ലെങ്കിൽ നിന്റെ മീനിങ് വരുന്നത്. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. She use your pen. She use your pen. പെൻ എന്താണ്? ദർ, കൂലി. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് യൂസ് ചെയ്യുന്നത്? അവൾ, ഷീ. സെന്റൻസിലെ നോമിനാറ്റീവ് ഷീ. അവൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നിന്റെ പേന. അക്യൂസാറ്റീവിലെ ചോദ്യം എന്തൊക്കെയാണ്? ആരെ, എന്തിനെ, എന്ത്. ആരെ, എന്തിനെ, എന്ത്. കണ്ടോ? എന്ത്. ഓൾറെഡി നോമിനാറ്റീവ് ഉണ്ട്. പിന്നെ ഈ സെന്റൻസിൽ എന്തേ വരത്തുള്ളൂ? അക്യൂസാറ്റീവേ വരത്തുള്ളൂ. അപ്പൊ ഈ സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? യുവർ പെൻ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? പെൻ, ദർ, കൂലിയാണ്, മാസ്കുലിൻ ആണ്. അപ്പൊ എങ്ങനെ എഴുതും? ദൈനൻ യൂസ് ചെയ്യും അക്യൂസാറ്റീവിന്റെ പൊസസീവ് പ്രൊനൗൺ ടേബിളിൽ. സി benutzt deinen കൂലി. സി benutzt deinen കൂലി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിൾ. ഐ ടേക്ക് യുവർ ബാഗ്. ഐ ടേക്ക് യുവർ ബാഗ്. ബാഗ് എന്താണ്? ദി ടാഷെ. ആരാണ്? ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? നോമിനാറ്റീവ്. ആരാണ് എടുക്കുന്നത്? ഞാൻ. എന്താണ് എടുക്കുന്നത്? നിന്റെ ബാഗ്. എന്താണ് എടുക്കുന്നത്? നിന്റെ ബാഗ്. ഈ സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? യുവർ ബാഗ്. ബാഗ് ഫെമിനിൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദൈനെ. അപ്പോൾ എങ്ങനെ എഴുതും? Ich nehme deine Tasche. Ich nehme deine Tasche. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. We read your book. We read your book. ബുക്ക് എന്താണ്? Das Buch. നോയിട്രമാണ്, ന്യൂട്രൽ ആണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ആരാണ് വായിക്കുന്നത്? ഞങ്ങൾ. സെന്റൻസിലെ നോമിനാറ്റീവ് ഞങ്ങൾ. എന്താണ് വായിക്കുന്നത്? നിന്റെ പുസ്തകം. അപ്പൊ ഈ സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? യുവർ ബുക്ക്. യുവർ ബുക്ക്. അപ്പോൾ ഇതെങ്ങനെ പറയും? നോയിട്രം വന്നുകൊണ്ട് എന്തെടുക്കും? നമ്മൾ ദൈൻ എടുക്കും. ന്യൂട്രൽ ദൈൻ അല്ലേ? അപ്പോൾ ഇതെങ്ങനെ എഴുതും? Wir lesen dein Buch. Wir lesen dein Buch. അവസാനത്തെ എക്സാമ്പിൾ. He finds your books. ബുക്ക് അല്ല, ബുക്സ്. ബുക്സ് എന്താണ്? ദി ബ്യൂഷർ. പ്ലൂറൽ ആണ്. ബുക്സ് എന്താണ്? ദി ബ്യൂഷർ. He finds your book. ആരാണ് കണ്ടുപിടിക്കുന്നത്? അവൻ. എന്താണ് കണ്ടുപിടിക്കുന്നത്? പുസ്തകങ്ങൾ. ഈ സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? യുവർ ബുക്സ്. അപ്പൊ എങ്ങനെ എഴുതും? Er findet deine Bücher. Er findet deine Bücher. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ പൊസസീവ് പ്രൊനൗമിനും അക്യൂസാറ്റീവ്. ഇതോടുകൂടി നമ്മുടെ അക്യൂസാറ്റീവിന്റെ 3 പാർട്ടുകളും കഴിഞ്ഞു. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് അക്യൂസാറ്റീവ് എന്നും ഏതൊക്കെയാണ് അക്യൂസാറ്റീവ് വെർബുകൾ എന്നും പഠിച്ചു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ആ അക്യൂസാറ്റീവ് വെർബുകൾ വെച്ചാണ് നമ്മൾ പാർട്ട് 2ലും പാർട്ട് 3ലും സെന്റൻസുകൾ ബിൽഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബെസ്റ്റിംഡർ, ഉൺബെസ്റ്റിംഡർ, നെഗാറ്റീവർ ആർട്ടിക്കിളുകൾ പഠിച്ചു. അവസാനത്തെ പാർട്ട് 3 ആയി ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പരിചയപ്പെട്ടു? പേഴ്സണൽ പ്രൊനൗമിനും അക്യൂസാറ്റീവും പൊസസീവ് പ്രൊനൗമിനും അക്യൂസാറ്റീവും. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ വീഡിയോ. താങ്ക് യു.